എനിക്കുണ്ടല്ലോ മോഹൻ, എനിക്ക് അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും കാര്യങ്ങളെല്ലാം അറിയാം. കുട്ടിക്കാലത്ത് എനിക്കൊരു പണിച്ചി കൂട്ടുകാരി ഉണ്ടായിരുന്നു. മുത്തങ്ങയ്ക്കിപ്പുറം നൂൽപ്പുഴയിൽ. ഞാൻ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ അവൾ വന്ന് നോക്കി നിൽക്കും. എണ്ണക്കറുപ്പ് തൊക്ക്, ചുരുണ്ട മുടി, തടിച്ച ചുണ്ട്, ഒരു ഓഫ് വൈറ്റ് മുണ്ട് കഴുത്തിന് താഴെ മുറുക്കി ചുറ്റിയിട്ടുണ്ടാകും. ഞാൻ അവളെ കളിക്കാൻ കുട്ടി, പേച്ചി. പിന്നെ അട്ടപ്പാടിയിൽ എനിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, രേസൻ. ആഹാ, ആള് മോശമല്ലല്ലോ അപ്പോൾ. അതായത് അവനെന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് പ്രേമമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഉവ്, ഇപ്പോൾ കൃത്യമായി മനസ്സിലായി. നീ മിടുക്കനാണ് മോഹൻ. നീ വിവാഹം വേണ്ട എന്ന് വെച്ചവളാണ് അല്ലേ അനീറ്റ? നിനക്ക് ശരിക്കും കേൾക്കണമെന്നുണ്ടോ എൻ്റെ വിശദീകരണം, മൻമോഹൻ? വേണം തോഴി, നിശ്ചയമായും. ഹേ ശരി മോഹൻ, നമ്മുടെ നാട്ടിലെ, പ്രധാനമായും കേരളത്തിലെ ശരാശരിയാണ് വിവാഹം എന്ന ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്തിനെന്ന് അറിയാമോ? സേവ് സെക്സ്. എനിക്കറിയാം സംഗതി. മോഹൻ ആംഗ്യം കാണിച്ചു. തുടർന്നോളൂ നീ. ആ, അത് മുടങ്ങാതെ വില കൊടുക്കാതെ കിട്ടാൻ വേണ്ടിയാണ്. പെണ്ണോ ഈ സെക്സ് എന്നത് എന്താണെന്ന് ഒരിക്കലൊന്ന് നേരിട്ട് മനസ്സിലാക്കാൻ. ഛേ, മാറേട്ടെ ഇതൊക്കെ. സത്യത്തിൽ ഒരിക്കൽ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനും അനീറ്റ. എനിക്ക് വേറെ വഴിയില്ല. ഇതെന്താണ് മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ? ഞാനും എൻ്റെ നിലപാട് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ മോഹൻ. മനസ്സിലായി അനീറ്റ. പിന്നെ അവളുടെ ചന്തമുണ്ടല്ലോ, അത് സ്വന്തമാക്കാനും പൂതി അല്ലേ? പെട്ടെന്ന് മോഹൻ സ്വയം മറന്ന് ചിരിക്കാൻ തുടങ്ങി. അവളുടെ മുന്നിൽ തന്നെ മണ്ണ് മെഴുകിയ തിണ്ണമേലിരുന്ന് അവർ വീണ് വീണ് ചിരിച്ചു. എന്നാൽ മോഹൻ, ഞാൻ ധാരാളം വസ്തുതകൾ മുമ്പേ അറിഞ്ഞിട്ടുള്ള ആളാണെന്ന് നിനക്കല്ലേ അറിയാവൂ. ദൂരെ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നിരീക്ഷകർ, അവർ വിചാരിക്കുന്നുണ്ടെങ്കിലോ നീ ഞാനുമായി രഹസ്യങ്ങൾ പങ്കുവെക്കുകയാണെന്ന്. നീ പേടിക്കണ്ട അനീറ്റ, അത് ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് സർക്കാർ ശിങ്കിടികളെയുമൊക്കെ മാത്രമേ പേടിയുള്ളൂ. എന്തെങ്കിലും നീരസം തോന്നിയാൽ മതി, എന്നെയും മാവോ ആക്കും അവറ്റ. കൊന്നിട്ട് എൻ്റെ ശവത്തിൽ പുതിയ കരിമ്പച്ച ഉടുപ്പിടുവിക്കും. രേസനും നല്ല അമർഷമായിരുന്നു ഉദ്യോഗസ്ഥരോട്. അട്ടപ്പാടിയിൽ എന്തു ചെയ്തു അയാൾ എന്നിട്ട്? പൂതവഴിയിൽ ഒരു ബോർഡ് എഴുതി വെച്ചു അവൻ. സർക്കാരിന് പ്രവേശനമില്ല. സംസ്കാരത്തിന് പ്രവേശനമില്ല എന്നാണ് വേണ്ടിയിരുന്നത്. അത് പണ്ട് തന്നെ വെക്കേണ്ടിയിരുന്നു. പക്ഷേ ഉദ്ഗ്രഥന പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. സംസ്കാരത്തിന് പ്രവേശനമില്ല എന്നെങ്ങനെ വിലക്കും? നല്ല ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ അവിടെ മുമ്പേ. വേണമെങ്കിൽ പരിഷ്കാരം വേണ്ട എന്നായിക്കോട്ടെ മുദ്രാവാക്യം. ഞാൻ കളിയാക്കുന്നതല്ലേ അനീറ്റ മുഖ്യധാരയെ? അമ്പട, നിനക്കപ്പോൾ നല്ല വിശേഷ ബുദ്ധിയുണ്ട് അല്ലേ? എന്ത് വിചാരിച്ചു പിന്നെ നീ? അത് ഡോക്ടറായവരുടെ കുത്തകയാണെന്നോ? ശരി, എനിക്കിഷ്ടമുള്ള പഴയ പാട്ടുകൾ. നിന്റെ മൊഴിമുന കൊണ്ടെൻ്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ, അന്നക്കിളി നീ എൻ്റെ വർണ്ണച്ചിറകേറി വന്നു. ഇതൊക്കെയാണ് നിന്റേതോ മോഹൻ? നിനക്ക് പ്രായം വളരെ വളരെ കുറവാണെന്ന് എനിക്ക് എപ്പോഴേ അറിയാം അനീറ്റ. എന്നെക്കാളും 13 14 വയസ്സ് മേലെ, അത്രമാത്രം. വീണ്ടും ഇരുവരും പൊട്ടിച്ചിരിച്ചു. പോടാ കോമാളി. തായന്നം കുടിയിൽ വെച്ചായിരുന്നു എന്ന് തോന്നുന്നു. ഒറ്റവരി പാട്ടുകളും മുരൾച്ചകളും മാത്രം കേട്ട് മുഷിഞ്ഞിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, സത്രത്തിൽ 3 4 പേർ കോമാളി വേഷം കെട്ടുന്നുണ്ടെന്ന്. കുടിയിലെ ആണുങ്ങൾ കൂടിയിരിക്കുന്ന ഒരു നല്ല സത്രം കണ്ടില്ലേ മറ്റൊരു ഊരിൽ? ഈറ്റയും മുളയും ചൂരലും പുല്ലും കൊണ്ടുണ്ടാക്കിയ വലിയ കുടിൽ, കളിമണ്ണ് ഒഴിച്ച് മിനുസം വരുത്തിയ നിലം, നടുവിൽ തീ കായാനുള്ള അടുപ്പ്, മുറുക്കുന്നവർക്ക് തുപ്പാൻ ചുമരിൽ കിളിവാതിലുകൾ. ഇതിനകത്തേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. വാശി പിടിക്കരുതമ്മ പ്ലീസ്, വെള്ളയപ്പൻ കെഞ്ചി. വേഷം കെട്ടിക്കഴിഞ്ഞാൽ അഴുവാർ വരും. നിങ്ങളുടെ സത്രം എന്താണിങ്ങനെ? മണ്ണും ഈറ്റയും ഒന്നുമല്ലല്ലോ ഇത്. ഇഷ്ടിക ഉണ്ടാക്കിയോ നിങ്ങൾ? ചുട്ടോ? അത് വന്ന് സർക്കാർ സമഭാവന. ഇതിപ്പോ ക്ലബ്ബ്. എല്ലാവർക്കും കോൺക്രീറ്റ് ഉണ്ടാക്കി തന്നു അവാറ്. ഉവ് അറിയാം. ഓരോ ആദിവാസിക്കും വേണ്ടി 1 കോടി രൂപ വീതമോ മറ്റോ ചിലവാക്കി തീർത്തതിൻ്റെ ഭാഗമാണല്ലോ ഇതെല്ലാം. അവൾ നെടുവീർപ്പിട്ടു. ശരി, ഇനി കോമാളികൾ പ്രത്യക്ഷപ്പെടട്ടെ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് സ്വയം ശാസിച്ചുകൊണ്ട് അവൾ കാത്തിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞിട്ടും സത്രത്തിൽ നിന്ന് കോമാളികൾ പുറത്തു ചാടിയില്ല. ഹേ, എന്താണിത്? അത് വന്ന് അവർക്ക് കോശം. കോശമോ? അതെന്ത്? നാണം ചേച്ചി. കോശം? നാണം? ഓഹോ, സ്ത്രീകളെ ഛേ ഛേ എന്ന് വിളിക്കുന്ന പതിവ് ഇവിടെയുമുണ്ടോ? ഒരുപക്ഷെ മറയൂരിലും മൂന്നാറിലും കൊച്ചിയിലും വരെ പോയി പഴക്കമുള്ള ഒരാളായിരിക്കാം ഈ വെള്ളയപ്പൻ.
അയാളുടെ കണ്ണടയ്ക്ക് എന്തൊരു മഴവിൽ തിളക്കം! കോമാളിക്കുടി എന്നൊന്നുണ്ടെന്ന് അവൾ ഓർത്തു. പക്ഷേ അത് അവിടെ നിറച്ചും കോമാളികളായതുകൊണ്ടല്ല അങ്ങനെ അറിയപ്പെടുന്നത്. വേഷം കെട്ടിവന്ന് ചാടിയും തുള്ളിയും നിലത്തു വീണുരുണ്ടും തലകുത്തി മറിഞ്ഞും ആളുകളെ ചിരിപ്പിക്കുന്നവരാണ് ഈ കോമാളികൾ. കോപ്രായത്തിലും കസറത്തിലും അവരെ കവച്ചു വെക്കാൻ ആരുമില്ല എന്നാണ്. കോമാളികൾ ഉണ്ടാവുന്നതിനെപ്പറ്റി മറ്റൊരു ഐതിഹ്യവുമുണ്ട്. അത് പ്രകാരം സ്വമേധയാ അണിയുന്നതല്ല ഒരാൾ വേഷം. പെണ്ണു കിട്ടാതെ തോറ്റയാൾ കോമാളിയായി കൊള്ളണം എന്നുണ്ട്. അങ്ങനെ താക്കീതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്വന്തം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മുതുവാൻ കുടിയിലെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുവെക്കുന്ന ഒരാൾ, പിന്നെ കീഴ്വഴക്കമനുസരിച്ച് അവൻ ഒളിഞ്ഞിരിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിക്കണം. പെണ്ണ് അവനെ വേണ്ട എന്ന് വച്ചാൽ അയാൾ ഒരു മോശക്കാരനാവുകയാണ്. കോശമല്ല, ദോഷം. വിചിത്രമായ അനുഷ്ഠാനങ്ങൾ എന്നൊന്നും വിശേഷിപ്പിക്കേണ്ടതില്ല. രസകരവും അല്ല തന്നെ. അവൾ ഓർത്തു. ഇതിലെല്ലാം അമിതമായി ഗവേഷണം നടത്തുക തട്ടിപ്പുകാരാവും. നമുക്കെല്ലാം കാര്യമാത്ര പ്രസക്തമായിരിക്കട്ടെ. ഹോ, എവിടെ വച്ചോ കണ്ടു ഒരു സ്ത്രീ വന്നു നിൽക്കുമ്പോൾ മറ്റൊരാൾ കുനിഞ്ഞു നിലത്തു വീണ് ആദ്യത്തെയാളുടെ കാലുകളിലെ പൊടി നക്കി തുടയ്ക്കുന്നത്. അതോ ദൂരെ ഏതെങ്കിലും കരയിൽ നിന്നുള്ള ചിത്രം കണ്ടതാണോ എന്ന് ഓർമ്മയില്ല. എന്തായാലും ഇവർക്കിടയിലും എന്തൊരു ഉച്ചനീചത്വം എന്ന് ഞരങ്ങിക്കൊണ്ട് ആദിവാസികളെയെല്ലാം ബഹിഷ്കരിക്കാൻ വരെ ഊങ്ങിയതായിരുന്നു അന്ന് ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മോഹൻ ആയാലും മൂപ്പനായാലും നിവർന്നു നിൽക്കുന്നവരാണ്. ഗർവ് അഥവാ ദുരഭിമാനം കൂടിയുണ്ട് ഏവർക്കും എന്ന് തോന്നിപ്പോകും. ഒരുപക്ഷെ അവരുടെ ഇരുനിറവും ഉയരക്കുറവുമില്ലായ്മയും ഒക്കെ കൊണ്ട് ഉളവാകുന്ന ഒരു പ്രതീതിയായിരിക്കാം അത്. സാധാരണ മലയാളികൾക്കിടയിൽ പോയി ഇടപഴകാം ഇവർക്ക് അവരറിയാതെ. ശരിയല്ലേ? ഒറ്റ നോട്ടത്തിൽ നാം കൈക്കൊള്ളുന്ന നിഗമനങ്ങൾ അത് നമ്മളെങ്ങനെ ശീലിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആവാമല്ലേ? നിറത്തിന്റെ നീതിശാസ്ത്രം എന്നതൊരു ഗ്രന്ഥമല്ലേ? കറുത്ത വർഗം എന്ന വിഭാഗത്തെ എടുക്കുക. അതിലെ ആണിനും പെണ്ണിനും തങ്ങളുടെ കൂട്ടരോട് തന്നെ മാത്രമാണ് ആകർഷകം തോന്നുക അത്രേ. തവിട്ടുനിറക്കാർ അങ്ങനെയല്ല. ഇരുനിറക്കാരോടല്ല, കൂടുതൽ വെളുത്തവരോടാണ് നമുക്ക് പൊതുവെ ആഭിമുഖ്യം. നിനക്ക് കൂടി മോഹൻ, ഇരുണ്ട ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്തുവോ നീ? ഇല്ലല്ലോ. പുഷ്പയുടെ കാന്തിയെ നീ പുകഴ്ത്തുന്നത് പ്രധാനമായും തൊലിവെളുപ്പ് മുൻനിർത്തിയല്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് കോമള ചർമ്മമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഘോരഘോരം ഉച്ചരിക്കാനാവുന്നത് എന്ന് എനിക്കും ആരോപിക്കാമല്ലോ. അങ്ങനെയെല്ലാം ഇഴകേറി പരിശോധിക്കാൻ തുടങ്ങിയാൽ നാം കഷ്ടപ്പെടും. പഴയൊരു പാട്ട് കേട്ട് രസിക്കാനാവുമോ? പിന്നെ മര്യാദയ്ക്ക് സാഹിത്യം വായിക്കാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ ലജ്ജിക്കാമെന്നേ ഉള്ളൂ. വിദ്വേഷമില്ലെങ്കിലും മമതയില്ലായ്മയുണ്ട് കറുപ്പിനോട്. വാസ്തവം തന്നെ. എന്താണിത്? നാണക്കേട് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമോ? സൂചിപ്പിച്ചെന്നു മാത്രം മോഹൻ. വൈകി ഓർമ്മ വന്നൊരു വാസ്തവം. നിന്റെ ഒരു ഒടുക്കത്തെ വാസ്തവം. എന്താണ് പറ്റിയത് നിനക്ക് അനീറ്റ? പെട്ടെന്ന് നിന്റെ ചിന്തയിൽ എന്താ? അട്ട ഉറിഞ്ചിയോ? അതോ നിറം മാറി നീയൊരു ഓന്തായോ? മദ്യം അല്ലെങ്കിൽ കാഗോളം ഒഴിച്ചാൽ അട്ട പിടിവിട്ട് ഊരി വീഴും. ഉപ്പ് ഏറ്റുവിട്ടാലും മതി. പക്ഷേ നമ്മുടെ ക്ഷുദ്ര മനസ്സുകൾ, അവൾ പ്രാഗി. നികൃഷ്ട ജീവി എന്ന പ്രയോഗം ചേരുന്നത് മനുഷ്യന് തന്നെയാണ് അല്ലേ? അവൾക്ക് വല്ലാത്ത വ്യസനം തോന്നി. നോക്കുക, ഏതാനും മണിക്കൂർ മുമ്പല്ലേ ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു മറിഞ്ഞിരുന്നത്. എത്ര പെട്ടെന്ന് ഞങ്ങൾക്കിടയിൽ വൈരാഗ്യം വളർന്നു. ഈ കാലുഷ്യത്തിനെല്ലാം എന്താണ് നിമിത്തം? നീ പറ മോഹൻ. പുഷ്പ നിന്റെ മുന്നിൽ തെളിയാതെ നിന്നെ കുറെ കളിപ്പിച്ചോ? കുറെ അതോ? മിണ്ടാതിരി അനീറ്റ. അതൊക്കെ പറയാൻ എനിക്ക് കോശം. അതെ, എന്തൊരു സ്നേഹവായ്പായിരുന്നു. കോശം വന്നത് സങ്കോചത്തിൽ നിന്നായിരിക്കാം. എന്നാൽ സൗജന്യമായി കിട്ടുന്ന അരി കൊണ്ട് 2-3 നേരം ശാപ്പാട് കഴിച്ച് വെയിലത്ത് എന്തെങ്കിലും ഒരു വക്കത്ത് പോയിരുന്ന് ദിവസം കഴിക്കുന്ന ഇപ്പോഴത്തെ മുതുവാന്റെ സ്ഥായി ഭാവം കോശമല്ല. അയാൾ ഒരു സോംബേരി. തെറിവാക്കല്ല സോംബേരി, മടിയൻ എന്നൊക്കെ അർത്ഥം. ഇനി അവരുടെ തെറി നിഘണ്ടു നോക്കിയാൽ തന്നെ ഒരിക്കലും അത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ളതല്ല. വിസർജ്യങ്ങൾ വാരിയെറിഞ്ഞാണ് പ്രധാനമായും ചീത്തവിളി. അപ്പിയൊക്കെയില്ലേ, അതാണ് അവരുടെ തെറി അല്പം മുന്തിയതാണെന്ന് നേരത്തെ പ്രസ്താവിക്കാനുള്ള കാരണം. അല്ലാതെ ആലോചിച്ചു നോക്കുക, എല്ലാവർക്കും അഭിനിവേശം ഉണർത്തുന്ന ഈ അവയവങ്ങളൊക്കെ തെറിയായി ഉപയോഗിക്കുന്നതിൽ വല്ല സാങ്കത്യവുമുണ്ടോ? വിഡ്ഢിത്തം. ഇവർ മുന്നേറി നിൽക്കുന്നതിൽ എനിക്ക് എന്തായാലും സന്തോഷം തോന്നി. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ പക്ഷെ സങ്കടം തോന്നും വീണ്ടും. അസഹ്യമായ വ്യഥ അലട്ടുന്നതിനാലാണ് മോഹൻ എന്നോട് കോപിക്കുന്നത്. എപ്പോഴും ഭാവി ഇരുളടഞ്ഞതായിരിക്കും എന്ന് എന്തൊരു തീർച്ചയാണ് അവന്. ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ അനീറ്റ? അവന്റെ ശബ്ദം ഇടറിയിരുന്നു. വംശം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതറിയില്ലല്ലോ നിനക്ക്?